ത്തേക്ക് കടക്കാം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സ്വാഭാവികമായിട്ടും കോട്ടയത്ത് കേരള കോൺഗ്രസുകാര് രണ്ടുപേർ മത്സരത്തിനിറങ്ങുന്ന കേരള കോൺഗ്രസ് പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം. ഇത്തവണ തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസുകാരുടെ അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1977 ശേഷം ഈ കേരള കോൺഗ്രസ് നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടം കൂടി ഇത്തവണ നടക്കുന്നു എന്ന് പറയുമ്പോൾ LDFന്റെ തോമസ് ചാഴിക്കാടൻ സിറ്റിംഗ് MP അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയാകുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ UDFന്റെ സ്ഥാനാർത്ഥിയെ ഇത്തവണ ആദ്യം പ്രഖ്യാപിച്ച മണ്ഡലം കൂടിയാണ് കോട്ടയം. അതോടൊപ്പം NDA സ്ഥാനാർത്ഥിയാകുന്നത് തുഷാർ വെള്ളാപ്പള്ളി കൂടിയാണ്. പ്രധാനമായും ഇടത് വലത് മുന്നണികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള കോൺഗ്രസുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് വ്യക്തമാകുന്ന ആ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിന് ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുമ്പോൾ, ശ്രീജിത്ത്, അത് തന്നെ അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായി എടുക്കുന്നത് സമാനമായിട്ടുള്ള വിഷയങ്ങൾ, ഒരേ സമുദായപരമായിട്ടുള്ള പ്രാതിനിധ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം തികഞ്ഞ രാഷ്ട്രീയം. കേരള കോൺഗ്രസ് തീരുമാനിക്കുന്ന വിജയവും പരാജയവും തീരുമാനിക്കുന്ന ഒരു മണ്ഡലമായി കോട്ടയം ലോക്സഭാ മണ്ഡലം ഇത്തവണ മാറുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് തന്നെ, ആ മത്സരത്തിന് തന്നെ ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു സാഹചര്യം. എങ്ങനെയാണ് കോട്ടയത്തിന്റെ പൾസ് ഇത്തവണ? തീർച്ചയായും മറ്റെവിടെയും ഇല്ലാത്തതുപോലെ രണ്ട് പ്രാദേശിക പാർട്ടികൾ, രണ്ടല്ല മൂന്ന് പ്രാദേശിക പാർട്ടികൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസും ഒപ്പം തന്നെ ഇപ്പുറത്തെ BDJS-ഉം ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് കോട്ടയത്തിന്റെ ഇത്തവണത്തെ പ്രത്യേകത. BDJS-ന്റെ വരവോടുകൂടി പല വ്യത്യാസങ്ങളും മണ്ഡലത്തിലുണ്ട് എന്നുകൂടി ചേർത്ത് പറയേണ്ടി വരും. എന്തായാലും ഈ ഒറിജിനൽ കേരള കോൺഗ്രസ്, അതായത് അംഗീകാരമുള്ള കേരള കോൺഗ്രസ് തങ്ങൾ മാത്രമാണ് എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. മറ്റുള്ളവർ കേരള കോൺഗ്രസ് എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണമായ അംഗീകാരം തങ്ങൾക്ക് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ജനവിധി തേടുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗീകാരം നഷ്ടപ്പെടും എന്നാണ് മറുപക്ഷം ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴത്തെ BDJS-ഉം കാര്യമായ പ്രതീക്ഷയിലാണ്. എന്തായാലും കഴിഞ്ഞ 5 വർഷമായി ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ തോമസ് ചാഴിക്കാടനെ സംബന്ധിച്ചുണ്ട്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചു എന്നത് ചാഴിക്കാടന്റെ ഒരു ഗുണമാണ്. കോട്ടയത്ത് നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതും ചാഴിക്കാടന് പോസിറ്റീവായി നിൽക്കുന്ന ഘടകമാണ്. തൊട്ടിപ്പുറത്ത് KM ജോർജിന്റെ മകൻ എന്ന പേര് കോട്ടയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രാൻസിസ് ജോർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്രസ് അത് തന്നെയാണ്. ഇടുക്കിയിലാണ് അദ്ദേഹം മുൻപ് മത്സരിച്ചത്. കോട്ടയത്ത് അത്ര സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ KM ജോർജിന്റെ മകൻ എന്ന അഡ്രസ് ഈ പരിമിതിയെല്ലാം മറികടക്കാൻ ഉതകുന്നതാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. മാത്രവുമല്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും ഇവിടെ നടക്കുക. ഏത് കേരള കോൺഗ്രസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ മത്സരമായിരിക്കും ഇവിടെ നടക്കുക. അതുകൊണ്ട് വിജയം തങ്ങൾക്കൊപ്പമായിരിക്കും എന്ന് ജോസഫ് വിഭാഗം വിശ്വസിക്കുകയാണ്. ഇതിനിടയിലേക്കാണ് BDJS എത്തുന്നത്. തുഷാർ വെള്ളാപ്പള്ളി എന്ന ഒരുപക്ഷെ SNDP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, SNDP സമുദായത്തിലടക്കം വലിയ സ്വാധീനമുള്ള നേതാവ്. അത് എടുത്തു പറയുമ്പോൾ വൈക്കം, ഏറ്റുമാനൂർ, അങ്ങനെ പുതുപ്പള്ളി, അങ്ങനെ പാല ഉൾപ്പെടെ പല മണ്ഡലത്തിലും SNDP-ക്ക് നിർണായക വോട്ടുകളുമുണ്ട്. അത് LDF-ലേക്കും UDF-ലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന പല വോട്ടുകളുമാണ്. കൂടുതലും LDF വോട്ടുകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കുമരകവും വൈക്കവും ആ മേഖലയിലെല്ലാം ആ വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളി ചോർത്തിയെടുക്കും എന്നുള്ളതാണ് UDF ക്യാമ്പും ഒപ്പം തന്നെ BJP ക്യാമ്പും വിലയിരുത്തുന്നത്. അത് LDF-ന് അല്പം ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മത്സരവും ഒപ്പം തന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളി ചോർത്തുന്ന വോട്ടുകളും കിട്ടിയാൽ തങ്ങൾ ജയിക്കുമെന്ന് UDF പറയുന്നു. മാത്രമല്ല, NSS വോട്ടുകൾ അടക്കം തുഷാറിലേക്ക് പോകാതെ തങ്ങൾക്ക് UDF-ന് കിട്ടും, LDF വിരുദ്ധ വികാരം കൊണ്ട് കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കടുത്ത മത്സരത്തിലേക്ക് തന്നെ കോട്ടയം എത്തുന്നു
പോകുന്നു എന്ന് വേണം കരുതാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 2 അപരന്മാർ വരികയും അവരന്മാരുടെ പത്രിക ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയും ചെയ്തിരുന്നത്. അത് UDF-നെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഈ വിഷയത്തിൽ വിശദീകരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ വാർത്താ സമ്മേളനമൊക്കെ ഇന്ന് 11 മണിക്ക് വിളിച്ചിട്ടുമുണ്ട്. എന്തായാലും കടുത്ത പോരിലേക്ക് കടക്കുകയാണ്. നോമിനേഷൻ നൽകി ഇനി ചിഹ്നമാകണം എന്നുള്ളൊരു പരിമിതി UDF-നെ സംബന്ധിച്ചുണ്ട്. അത് 8-ാം തീയതിയോടുകൂടിയേ ചിഹ്നം ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അതിശക്തമായ ചിഹ്നം ജനങ്ങളിലേക്ക് എത്തിപ്പിക്കാനുള്ള വലിയ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് UDF-ന്റെ ഒരു നീക്കം. കോട്ടയത്ത് നിന്ന് 41,000 കോടിയുടെ വികസനം നടത്തിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് കൂടിയാണ് സിറ്റിംഗ് MP UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വോട്ട് തേടാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം ശക്തമായി വരുന്ന ഒരു സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസുകാർ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം കൂടിയായി കോട്ടയം മാറുമ്പോൾ